everyone, welcome back to EduValley 2.0. Plus 2 economicsലെ ഫസ്റ്റ് പാർട്ട്, അതായത് മൈക്രോ ഇക്കണോമിക്സിലെ ഭാഗങ്ങൾ മിസ് എടുത്തിരുന്നു. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ട് 1 സെക്ഷൻ ആയിട്ട് ഇതിലെ മാക്രോയിലെ സെക്കൻഡ് പാർട്ടാണിത്. മാക്രോ ഇക്കണോമിക്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. മാക്രോയിലെ ഓരോ പാഠങ്ങൾ, അതായത് 6 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 6 പാഠങ്ങളിൽ നിന്ന് ഓരോ പാഠവും നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ മാക്രോ ഇക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ പാഠമാണ്. ഇവിടെ നിങ്ങൾ രണ്ട് ടോപ്പിക്കാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒന്ന്, എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്, എങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ് ഉണ്ടായത്. ഇവിടെ ആദ്യം നമുക്ക് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു, പണ്ട് കാലത്ത് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അവർ വിചാരിച്ചത് ഒരു കൺട്രിയിലെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെ ബാധിക്കില്ല, അതിൽ കോസ് ആൻഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ജോൺ മെയ്നാർഡ് കീനസിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതായത് 1976 സംതിങ് തോന്നുന്നു. ആ ബുക്കിൽ ഇദ്ദേഹം പറഞ്ഞു, ഒരു ഫുൾ എംപ്ലോയ്മെന്റ് തിയറിയാണ് അദ്ദേഹം അതിൽ കൊണ്ടുവന്നത്. ഈ ബുക്കിൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ നമുക്കിപ്പോ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് തെളിയിച്ചത് ഇദ്ദേഹം പറഞ്ഞ ക്ലാസിക്കൽ തിങ്കേഴ്സിന്റെ ഡിസിഷൻസും തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു 1991 വന്ന നമ്മുടെ ഒരു ക്രൈസിസ്. ഓക്കെ, വളരെ വലിയൊരു ക്രൈസിസ് ആയിരുന്നു. 1939 ആണെന്ന് തോന്നുന്നു ക്രൈസിസ് കേട്ടോ, ഇയർ നോക്കാം. ആ ക്രൈസിസിന് ശേഷം, ഈ ക്രൈസിസ് വന്നപ്പോൾ അതിനുശേഷം എല്ലായിടത്തും, അതായത് ഇപ്പോൾ USA, UK, ഗൾഫ് കൺട്രീസ്, അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും എഫക്റ്റായി ബാധിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു മാക്രോ തിയറി അവിടെയാണ് ഉണ്ടായത്. അഗ്രിഗേറ്റ് കൺസെപ്റ്റ് വന്നത് പിന്നീടാണ്. അപ്പോൾ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഫേമിൻ്റെ, ഇതിലിപ്പോൾ ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഡിഫറെൻറ്റ് ഫാമിലീസ് ഇൻ കൺട്രി, ഒരു കൺട്രിയിലെ എല്ലാ ഫാമിലിയും തമ്മിൽ പഠിക്കുക. അതായത് RBIനെ കുറിച്ച് പഠിക്കുക, അതായത് എന്താ, മൊത്തം ബാങ്കിന്റെ മെയിൻ ആളാണ്. സെബി, വലിയ ഏജൻസീസ്, ഗവൺമെന്റ്. ഇവിടെ ഇപ്പൊ ഇതൊക്കെ അഗ്രിഗേറ്റ് കൺസെപ്റ്റുകളാണ് അല്ലെ. ഇപ്പൊ ഡിമാൻഡ് തിയറി, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകിൽ ഡിമാൻഡിനെ കുറിച്ചിട്ടേ പറയുള്ളൂ, സപ്ലൈനെ കുറിച്ചിട്ടേ പറയുള്ളൂ, ഡിമാൻഡിനെ കുറിച്ചിട്ടേ, അങ്ങനത്തെ ടോപ്പിക്കാണ്. അതായത് യൂണിറ്റ് സ്റ്റഡിയാണ് മാക്രോ എന്ന് പറയുമ്പോൾ യൂണിറ്റ് അല്ല, അഗ്രിഗേറ്റ് സ്റ്റഡിയാണ്. ഇതാണ് എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ഒരു കഥ പോലെ നിങ്ങൾ പഠിക്കുക. സെന്റൻസ് അല്ല, 2 പാരഗ്രാഫ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി. സെക്ടേഴ്സ് നമുക്ക് 4 സെക്ടേഴ്സ് ആണുള്ളത്. ഓരോ സെക്ടർ എന്താണ് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാത്ത കുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇതറിഞ്ഞാൽ മാത്രമേ പിന്നീട് ഇങ്ങോട്ട് വേറെ എന്തും അറിയുള്ളൂ എന്നൊക്കെയാണ്. അപ്പൊ ഇതിലുള്ള 4 ടോപ്പിക് എന്ന് പറയുന്നത് ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. അങ്ങനെ 4 സെക്ടേഴ്സ് ഉണ്ട്. ഈ 4 സെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ മാക്രോയിലെ പഠിക്കുന്നതും. 4 സെക്ടേഴ്സുകളാണ്. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 1 ഇത്ര 2 ടോപ്പിക് ഉള്ളൂ കേട്ടോ. ദെൻ ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ ടോപ്പിക്കാണ്. വലിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിലെ ഇക്വേഷൻസ് മിസ് എഴുതിയിട്ടില്ല. ഇക്വേഷൻസ് എഴുതാത്തതല്ല, നിങ്ങൾ ആദ്യം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇക്വേഷൻസിലേക്ക് പോയാൽ മതി. ഇതിൽ GNP, GDP, NNP, NDP, മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും 2 തരം ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇക്വേഷൻസ് പിടിച്ചിരിക്കാതെ നിങ്ങൾ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് മാത്രം ഇക്വേഷൻസിലേക്ക് കവർ ചെയ്താൽ മതി. ഓക്കെ, ഇക്വേഷൻസ് നമുക്ക് മാക്സിമം ഒരു 4 മാർക്കിനാണ് ചോദിക്കാം. ആ 4 മാർക്കിന് വേണ്ടി ബാക്കി 10-14 മാർക്ക് നിങ്ങൾ കളയണോ? വേണ്ട. ആദ്യം സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. നമുക്കൊരു 4 മാർക്ക് വരെ ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്. നമുക്ക് എന്താണ് എന്താ പറയുക, ടൈം ലിമിറ്റ് ഇല്ല. ടൈം ലിമിറ്റ് അവിടെ നമുക്കില്ല. ഇത് ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അറ്റ് പോയിന്റ് ഓഫ് ടൈമിലെ. അതൊരു ഫ്ലോയിങ് കൺസെപ്റ്റ് ആണ്. എക്സാമ്പിളുകളൊക്കെ നോക്കാം കേട്ടോ. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഫിഗർ വരയ്ക്കണം. എന്താണെന്ന് ഫിഗർ വരയ്ക്കണം. 2 തരം മാർക്കറ്റുകൾ ഉണ്ട്, പ്രോഡക്റ്റ് മാർക്കറ്റും ഫാക്ടർ മാർക്കറ്റും. 2 തരം ഫ്ലോകൾ ഉണ്ട്, റിയൽ ഫ്ലോയും മണി ഫ്ലോയും. അതൊക്കെ എടുത്ത് എഴുതാൻ കിട്ടണം. ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസ്, ഇന്റർ റിലേഷൻഷിപ്പ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താണ്
പ്രധാന ഡെഫിനിഷൻ എസംഷൻസ് ഉണ്ട്. 2 ഫാക്ടേഴ്സ് ഉള്ളൂ എന്നും ഫേം സാധനങ്ങൾ വിൽക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ആര്? വീട്ടുകാർ സാധനങ്ങൾ വാങ്ങുന്നു, വീട്ടിൽ നിന്ന് ആൾക്കാർ പണിയെടുക്കാൻ പോകുന്നു, പണിയെടുത്തതിന് അവർ തിരിച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള 2 തരം വഴികളും എന്തെങ്ങോട്ട് പോകുന്നുള്ള ഏരോ മാർക്കും ഒക്കെ ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ്, ഇത് നമുക്ക് 5 മാർക്കിനായിട്ടാണ് ചോദിക്കാറ്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 3 മെത്തേഡ് ആണുള്ളത് അവിടെ. 3 മെത്തേഡ്. ഇൻകം മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന ഇൻകംസുകൾ വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് റെന്റ്, ഇത് 4 കൂടി ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ GVA ആണ്, ഗ്രോസ് വാല്യൂ ആഡഡ് സമ്മ് i=1 up to n. ഇതാണ്. അതായത് എല്ലാ ഫേമുകളുടെയും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് GVA. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 സെക്ടറുകളിലെ എക്സ്പെൻഡിച്ചർ, കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതായത് എക്സ്റ്റേണൽ സെക്ടറിൽ നമുക്ക് വരുമ്പോൾ കയറ്റുമതി ഇറക്കുമതി. ഇത് 3 ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഇങ്ങനെ എഴുതി നമുക്കൊരു 2-3 മാർക്കേ കിട്ടുള്ളൂ. 8 മാർക്ക് ചോദിച്ചാൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇൻകം മെത്തേഡ് എന്താണ്, അത് ഇൻകം സൈഡ് ആണ്. 4 തരം ഇൻകം, ഇത് ആർക്കൊക്കെ കിട്ടുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റലിന് കിട്ടുന്നതാണ്. അങ്ങനെ എന്നിട്ട് വേണം ഇത് ഒരു പെട്ടികളിൽ ബോക്സ് ആക്കിയിട്ട് വെക്കുക. നമ്മുടെ ക്രാഷ് മാച്ചിലെ കുട്ടികൾക്ക് ഓൾറെഡി ഇതിന്റെ നോട്ട് അവൈലബിൾ ആണ് മിസ്സിൻ്റെ. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ദെൻ ഡബിൾ കൗണ്ടിങ് എന്താണ് 2 മാർക്കിന്? ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു എററാണ്. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതിനെ പിന്നെയും മിസ്റ്റേക്ക് ആയിട്ട് ആഡ് ചെയ്യുക, അതാണ് ഡബിൾ കൗണ്ടിങ്. GDP ഡിഫ്ലേറ്ററിന്റെ പ്രോബ്ലം ആണ് അവിടെ വേണ്ട. പ്രോബ്ലം കണ്ടുപിടിക്കാൻ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP × 100. അത് 100% മേലെയാണ് എങ്കിൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ആയി, താഴെയാണെങ്കിൽ പ്രൈസ് ലെവൽ കുറഞ്ഞു. ഇനി GDP-നെ നമുക്ക് വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചൊരു കമന്റ് ക്വസ്റ്റ്യൻ വരും. ഒരു 4 പോയിന്റ്സ് ഉണ്ട്. കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഒന്നാമത്തതായിട്ട് GDP-യിലെ നോൺ മോണിറ്ററി വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ നമ്മളെ മദേഴ്സിന്റെ, ഹൗസ് വൈഫിന്റെ ഒക്കെ കാര്യങ്ങളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് ഹാംഫുൾ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിഗരറ്റ്, ആൽക്കഹോളിക്, ഡ്രഗ്സുകൾ, എല്ലാത്തിന്റെയും വാല്യൂ നമ്മൾ അതിൽ GDP-യിൽ കണക്കാക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് ഒരു നാട്ടിലെ വെൽഫെയർ, ഒരു ക്ഷേമത്തിനോ ഈക്വൽ ആവുന്നത്? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണാലിറ്റി, അതായത് ഒരു ഗുണത്തിനൊരു ദോഷം നമുക്ക് അപ്പുറത്തുണ്ട്. അപ്പൊ ഗുണങ്ങൾ മാത്രമേ ആഡ് ചെയ്യുള്ളൂ, അത് ദോഷം വരുമ്പോൾ നമ്മളത് മൈനസ് ചെയ്യണ്ടേ? റോഡ് കിട്ടുന്നതിന് കൃഷി സ്ഥലങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് കിട്ടണമെങ്കിൽ ഒരെണ്ണം കിട്ടുമ്പോൾ ഒരെണ്ണം നമുക്ക് അപ്പുറത്ത് നഷ്ടമാവുന്നുണ്ട്. ആ ഒരു പോയിന്റ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നോൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, വെൽത്ത് ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ 4 പോയിന്റുകൾ വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് കണ്ടോ, അത്യാവശ്യം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഇതില് അല്ലെ. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇത് വലിച്ചു വാരി പഠിക്കല്ല, എക്സാക്ട് കുറച്ച് പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കാം. ഇപ്പൊ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ ആദ്യം ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡ്രോബാക്സുകൾ. പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ് കമ്മോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് കമ്മോഡിറ്റി അല്ലെ. എക്സ്ചേഞ്ച് ചെയ്യുക, ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പൊ അതിന്റെ ടോപ്പിക്കുകൾ എന്താ? ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്, ഒരാളുടെ ആവശ്യങ്ങൾ കൂട്ടിമുട്ടുന്നില്ല, മെഷർ ഓഫ് വാല്യൂ ഇല്ല, സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ല, അങ്ങനെ സ്റ്റോർ ചെയ്യാനോ കണക്കാക്കാനോ ഒന്നും പറ്റില്ല. ഡെഫേർഡ് പേയ്മെന്റ്, ആബ്സെൻസ്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പേയ്മെന്റ് കൊടുക്കാം, അങ്ങനെ ഒന്നും നമുക്ക് പറ്റില്ല. ഇത്രയും ഡ്രോബാക്സുകൾ വന്ന ശേഷമാണ് മണി കണ്ടുപിടിച്ചത്. അപ്പൊ മണിയുടെ ഫങ്ഷൻസ് എന്താ? ഇത് തന്നെയാണ് മണിയുടെ ഫങ്ഷൻസ്. പ്രൈമറി, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ, മെഷർ ഓഫ് വാല്യൂ, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫേർഡ് പേയ്മെന്റ് ആണ്, ഫ്യൂച്ചർ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് ഒരു 5-6 പോയിന്റുകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അതിൽ 3 തരം പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് കണ്ടിൻജന്റ് ഫങ്ഷൻസ്, അങ്ങനെ 3 ഫങ്ഷൻസ് ഉണ്ട്. 3ഉം എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കാം. ദെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, അത് മോട്ടീവ്സ് ഓഫ് മണിയിലെ 3ാമത്തെ സെക്ഷനാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പും അതിൽ തന്നെയാണ് വരുന്നത്. അതായത് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ദ പീപ്പിൾ ഹോൾഡ് മണി അല്ലെ. അതായത് സ്പെക്കുലേറ്റീവ് ബിസിനസ് നടത്തിയിട്ട് പൈസ കിട്ടാൻ വേണ്ടി ആൾക്കാർ പൈസ കയ്യിൽ വെക്കുന്നു.
അവിടെ വരുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പ് വരയ്ക്കണം. അതായത് ഇത് മാർക്കറ്റ് റേറ്റ് നമുക്ക് മിനിമത്തിൽ എത്തുമ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇവിടെ മാർക്കറ്റ് റേറ്റ് മാക്സിമം, ഇവിടെ മാർക്കറ്റ് റേറ്റ് മിനിമം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും ടോപ്പിക്കാണ്. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് അടയാളപ്പെടുത്തിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കാം. Then functions of central bank. Functions of central bank tools or policies of money creation by RBI. ഇത് രണ്ടും നമുക്ക് 8 മാർക്കിനാണ് ചോദിക്കുക. രണ്ടും കൂടിയിട്ട് 8 മാർക്കിന് ചോദിക്കും. സെപ്പറേറ്റ് ചിലപ്പോൾ ഷോർട്ട് എസ്സേ ചോദിക്കും. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ മോണിറ്ററി ഇഷ്യൂ ഓഫ് കറൻസി ഇഷ്യൂ അല്ലെ, കറൻസി ഇഷ്യൂ ചെയ്യുന്നു. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഗവൺമെന്റിന്റെ ബാങ്കാണ്. ബാങ്കേഴ്സ് ബാങ്കാണ്. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കസ്റ്റോഡിയൻ, സൂക്ഷിപ്പുകാരനാണ്. അങ്ങനെ സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഒരു 6-7 പഠിക്കാം. ഒപ്പം എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് പൈസ ഉണ്ടാക്കുന്നത്, പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്നൊക്കെ പല ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഹൗ മണി ക്രിയേഷൻ ബൈ RBI ഇൻ യുവർ മൈൻഡ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് RBI പൈസ ഉണ്ടാക്കുന്നത്. അത് ക്വാളിറ്റേറ്റീവും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മോറൽ സുവേഷനും അതുപോലെ സ്റ്റെറിലൈസേഷൻ ബൈ RBIയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് അളക്കാൻ പറ്റാത്തത് ക്രെഡിറ്റ്, എന്താ പറയുക, സപ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് വരുന്നതാണ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റേറ്റുകൾ. അത് അതേപോലെ എന്താണെന്ന് മാത്രമല്ല, ഇൻഫ്ലേഷന്റെ സമയത്ത് RBI ഇത് കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ, ഡിഫ്ലേഷന്റെ സമയത്ത് കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ എന്നും കൂടി അറിയാം. ഓക്കെ, എന്നാലേ നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് ആ 8 മാർക്ക് കംപ്ലീറ്റ് കിട്ടുള്ളൂ. ഇനി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അത് ഒരുപാടുണ്ട്, നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റാവുന്ന ഫംഗ്ഷനാണ്. പ്രൈമറി, സെക്കൻഡറി, ഡെവലപ്മെന്റ്. പ്രൈമറി ഫംഗ്ഷനിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, ഡെപ്പോസിറ്റ് വാങ്ങുന്നു, ആൾക്കാർക്ക് പണം വായ്പ കൊടുക്കുന്നു. സെക്കൻഡറി ഫംഗ്ഷനിൽ നമുക്ക് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. അവിടെ ചെക്ക് ഫെസിലിറ്റി, ലോക്കർ ഫെസിലിറ്റീസ്, പിന്നെ ബാങ്കിന്റെ പേയ്മെന്റുകൾ അടയ്ക്കുക, ഡിവിഡൻഡ് കളക്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് ബാങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഡെവലപ്മെന്റൽ ഫംഗ്ഷനിൽ വരുമ്പോൾ റൂറൽ ഏരിയയിലേക്ക് ക്രെഡിറ്റ് കൊടുക്കുക, ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് ക്രെഡിറ്റ് കൊടുക്കുക, ബാക്ക്വേർഡ് ഏരിയസിനെ പൊന്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ദെൻ മണി സപ്ലൈ എന്ന് പറയുമ്പോൾ M1, M2, M3, M4, അതായത് ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കണം. ഇത് നാരോ മണി ഏതാ, ബ്രോഡ് മണി ഏതാ, നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ ഇതാണ്, അഗ്രിഗേറ്റ് മണി സപ്ലൈ M3. 4ന്റെ ഇക്വേഷൻസ് പഠിക്കാം. നല്ല പോലെ പഠിക്കേണ്ട പാടാണ്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാടാണ്. 8 മാർക്ക് ഒരുപാട് ചോദിക്കാൻ പറ്റുന്ന പാടാണ്. ഓക്കെ, ഈ ഒരു പാഠത്തിൽ നിന്നാണ് നമുക്ക് 8 മാർക്ക് കൂടുതലും മാക്രോ സെക്ഷനിൽ നിന്ന് ചോദിക്കാം, ഇതിൽ നിന്ന് 2ാം പാഠത്തിൽ നിന്ന്. ഓക്കെ, ദെൻ 4th ചാപ്റ്ററിലേക്ക് കടക്കാം. 4th ചാപ്റ്റർ ഇൻകം ഡിറ്റർമിനേഷൻ ആണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള ഫസ്റ്റത്തത് ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്കൊരു ബോക്സിൽ SS മറ്റേ TSC TEC ഒക്കെ ചോദിക്കണ പോലെ തന്നെ MPC MPS അതുപോലെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വരും. C+S ഈക്വൽ ടു Y, അതായത് കൺസംഷൻ സേവിങ്സും കൂട്ടിയ ഇൻകം കിട്ടും. ഇതിന് തന്നെ S കാണണമെങ്കിൽ Y മൈനസ് C ചെയ്താൽ S കാണും, Y മൈനസ് S ചെയ്താൽ C കാണും. കണ്ടോ, 3 ഇക്വേഷൻ ആയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് 3ഉം വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാം. APC MPC APS MPS അതിന് ഇക്വേഷൻ ഉണ്ട്. APC കാണാനായിട്ട് ഡെൽറ്റ C ബൈ ഡെൽറ്റ Y ആണ്. APS കാണാനായിട്ട് ഡെൽറ്റ S ബൈ ഡെൽറ്റ Y ആണ്. ഇനി ഇത് ഡെൽറ്റ ഇല്ല കേട്ടോ, APC. MPCക്ക് MPSനാണ് ഈ ഡെൽറ്റകൾ വരിക. പിന്നെ 1 മൈനസ് MPS ഉണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തല കറങ്ങും, പക്ഷെ ഇത് നല്ലപോലെ പഠിക്കേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നമ്മളിപ്പോൾ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻസ്, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ക്രാഷ് ബാച്ചിലുണ്ട്. അവരിത് കാണുമ്പോൾ ഇത് മിസ് എടുത്തിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു. നമ്മൾ 3 ചാപ്റ്ററാണ് മാക്രോയില് കഴിഞ്ഞത്. ഇനി മാക്രോയില് 4, 5, 6 3 പാഠം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എന്ത് പറയാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ. ദെൻ എക്സ് ആൻഡ് എക്സ്പോസ്റ്റ്. എന്താണ് എക്സ് ആൻഡ് എക്സ്പോസ്റ്റ്? റിയലൈസ്ഡും പ്ലാൻഡ് വാല്യൂ ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഇൻകം, 2 സെക്ടർ മോഡലിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഇക്വേഷനൊക്കെ ഉണ്ട്. C ബാർ പ്ലസ് I ബാർ പ്ലസ് CY. ഇനി C ബാർ പ്ലസ് I ബാർ പ്ലസ് CY ബൈ 1 മൈനസ് C ചെയ്ത് കഴിഞ്ഞാൽ C ബാർ പ്ലസ് I ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് C ചെയ്താൽ ഇക്വിലിബ്രിയം ഇൻകത്തിന്റെ ഇക്വേഷനായി, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷനായി. ഇത് പ്രോബ്ലം ആയിട്ടാണ് നമ്മളോട് ചോദിക്കാട്ടോ ആ പ്രോബ്ലം. ഇനി പാരഡോക്സ് ഓഫ് സ്വിഫ്റ്റ് എന്താണ് 3 മാർക്കിന്? ഇത് മാത്രമേ 4 ടോപ്പിക്ക് നിങ്ങൾ ആ പാഠത്തിൽ പഠിച്ചാൽ മതി കേട്ടോ. APSും MPSും APSും ഒക്കെ ഇതൊക്കെ 2 പ്രോബ്ലംസും
അതുപോലെ തന്നെ 2 തിയറീസ്. വേറെ നമുക്ക് അവിടെ ഒരുപാട് പഠിക്കാനൊന്നും വരുന്നില്ല. നിങ്ങൾ അതിൻ്റെ പിന്നാലൊന്നും പോകണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി 5ാമത്തെ പാഠം ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ പാഠമാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം ഗവൺമെന്റിന്റെ കമ്പോണൻസ്, ഒരു ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ട്. 8 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. തിയറി ആയിട്ട് പോയാൽ ഒരു ഫ്ലോ ചാർട്ട് വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കണം. ആ ഫ്ലോ ചാർട്ടിൽ നിന്ന് തന്നെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും പഠിക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ നമുക്കൊരു 4 മാർക്കിന് ഡിഫറൻസ് ചോദിക്കും. പിന്നെ വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. അപ്പോൾ ഒരു ഡെഫിസിറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് കൂടി കവർ ചെയ്യാം. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് 3 ഫങ്ഷൻസ് ആണ്. അലോക്കേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് അലോക്കേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ ഉണ്ട്. 3 ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡൊക്കെ അതിലാണ് വരുന്നത് കേട്ടോ. ദെൻ ചാപ്റ്റർ 6ലേക്ക് കടക്കുമ്പോൾ ഓപ്പൺ ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമി തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു രാജ്യവുമായി ഇക്കണോമിക്കലി, അതായത് പല കാര്യങ്ങളിൽ നമുക്ക് ഓപ്പൺ ആവാം, അതായത് ലേബർ മാർക്കറ്റ്. അപ്പോൾ അത് അതിൻ്റെ ലിങ്കേജസ് പഠിക്കാം. ലേബർ മാർക്കറ്റ്, തൊഴിലാളികൾക്ക് പോവാം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻഷ്യൽ അസറ്റുകൾ ഷെയർ ചെയ്യാം. അതുപോലെ നമുക്ക് ലേബർ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഗുഡ്സുകൾ ട്രാൻസാക്ഷൻസ് നടത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സുകൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് ഓപ്പൺ ഇക്കോണമിയിൽ ഉണ്ടാവുക. ക്ലോസ്ഡ് ഇക്കോണമിയിൽ ഇതൊന്നും ഉണ്ടാവില്ല. ദർ ഇസ് നോ ഇന്ററാക്ഷൻ ഓർ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഫോറിൻ കൺട്രി. അപ്പോൾ നമുക്ക് ഫോറിൻ അസറ്റുകളൊന്നും തന്നെ നമ്മളെ കയ്യിലുണ്ടാവില്ല. ദെൻ BOT, BOP തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ആ ഡിഫറൻസ് അതേപോലെ നമ്മൾ ടെക്സ്റ്റ് വൈസിലും ഉണ്ട്. കോളം വൈസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് ട്രേഡും. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ദർ ഇസ് 3 മെത്തേഡ്സ്, 3 മെത്തേഡ്സ് ഉണ്ട്. ഫ്ലെക്സിബിൾ, ഫിക്സഡ്, മാനേജർ, ഫ്ലോട്ടിങ്. അപ്പോൾ ഫ്ലെക്സിബിളും ഫിക്സഡിലൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനും അതുപോലെ തന്നെ ഇതാ ഇങ്ങനെയുള്ള ഒരു ഫിഗറുകളൊക്കെ 2 ഫ്ലെക്സിബിൾക്കും ഫിക്സഡിനും പഠിക്കണേ. ദെൻ റിയൽ എക്സ്ചേഞ്ച് റേറ്റും നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും തമ്മിൽ നമുക്ക് പ്രോബ്ലമായിട്ട് വരാം. പ്രോബ്ലമായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടണം. ദെൻ ഡിവാലുവേഷൻ എന്താണ്, റീവാലുവേഷൻ എന്താണ്, ടേംസുകളായിട്ടാണ് ചോദിക്കുക 2 മാർക്കിന് കേട്ടോ. ടേംസ് വാട്ട് യു മീൻ ബൈ ഡിവാലുവേഷൻ ആൻഡ് വാട്ട് യു മീൻ ബൈ റീവാലുവേഷൻ. അതേപോലെ വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയേഷൻ ഓഫ് മണി ആൻഡ് അപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനും അപ്രീസിയേഷനും ചോദിക്കാം. അതുപോലെ തന്നെ ഡീവാലുവേഷനും ഡിപ്രീസിയേഷനും ചോദിക്കാം. റീവാലുവേഷനും അപ്രീസിയേഷനും ചോദിക്കാം. അങ്ങനൊക്കെ പല ടൈപ്പിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പാഠം എത്രയും കണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം മാക്രോയിലെ കുറച്ച് പഠിക്കാനാണ്. മാക്രോയിലെ മൈക്രോ സംബന്ധിച്ച് മാക്രോ മിസ്സിൻ്റെ അഭിപ്രായത്തിൽ ടഫാണ്. മിസ്സിന് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് മൈക്രോ ആണ്. അത് ഓരോ കുട്ടികളുടെയും കൺസെപ്റ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, മൈക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ടോപ്പിക് അതിൻ്റെ ഒരു കർവ് വരയ്ക്കാൻ അറിഞ്ഞാൽ മതി. മാക്രോ എന്ന് പറയുമ്പോൾ ടോപ്പിക് വിത്ത് എക്സ്പ്ലനേഷൻ വായിച്ചെന്നെ പഠിക്കണം. അത് കിട്ടന്നെ വേണം. അത് എങ്ങനെ ആ സെൻറ്റൻസ് കിട്ടിയാലും നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് തെറ്റൊക്കെ വരാം. അപ്പോൾ മാക്രോയിലെ സെക്കൻഡ് പാർട്ടിൽ ഈ ടോപ്പിക്കുകൾ വേഗം നിങ്ങൾ പോയി കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ വേണം. കഴിഞ്ഞ പോയ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.